അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് 5 സ്വകാര്യ ആശുപത്രിയിൽ ED റെയ്ഡ് എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചന, ഗുഡ് മോർണിംഗ്. വളരെ ഗൗരവതരമായ വാർത്തയാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കേസുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. വലിയ മാഫിയകളുടെ ഒരു സാധ്യതയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ ചില സ്വകാര്യ ആശുപത്രികളെ കൂടി പരിശോധിക്കേണ്ടി വരും എന്നൊക്കെ കേട്ടിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇപ്പോൾ 5 സ്വകാര്യ ആശുപത്രികളിൽ EDയുടെ പരിശോധന നടക്കുന്നത്? തീർച്ചയായും വ്യാജരേഖ ഉണ്ടാക്കി അവയവ കച്ചവടം നടത്തി എന്നത് വലിയൊരു ശൃംഖലയായി വളർന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പോലീസ് കേസ് അന്വേഷിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ED കൂടി അതിൽ അന്വേഷണം നടത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലിപ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലാണ് ഇപ്പോൾ EDയുടെ പരിശോധന. കൊച്ചിയിലെ വിവിധ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികളിൽ രാവിലെ 6 മണി മുതൽ ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ആസ്റ്റർ, ലേക്ക് ഷോർ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒപ്പം മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം ജില്ലകളിലെ ആശുപത്രികളിലും വ്യാപകമായ EDയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ നേരത്തെ നജീബ് എന്ന ഈ അവയവ കച്ചവടം നടത്തുന്നയാളിലേക്ക് പോലീസ് എത്തിയിരുന്നു. ആ പ്രതിയടക്കം പിടികൂടുകയും ചെയ്തതാണ്. ഹൈദരാബാദിൽ നിന്നാണ് അയാളെ പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ ഇത് അന്വേഷിച്ചപ്പോൾ ഇതൊരു ചെറിയ ശൃംഖലയാണെന്ന് വ്യക്തമായി. എന്നാൽ ഇത് പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി ഈ വ്യാജരേഖ ഉണ്ടാക്കി അവയവ കച്ചവടം നടത്തുന്നു എന്നൊരു വമ്പൻ സ്രാവിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നീണ്ടത്. പിന്നീട് ഇയാളെ അടക്കം അറസ്റ്റ് ചെയ്തു. കേസിലാകെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് പോലീസ് പ്രധാനമായും നടത്തിയത്. അതിലിപ്പോൾ ED എത്തുമ്പോഴും അത്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം ഈ നജീബിൻ്റെ അക്കൗണ്ടിലേക്ക് വിവിധ ആശുപത്രികളിൽ നിന്ന് ലക്ഷങ്ങളുടെ തുക എത്തിയിട്ടുണ്ട്. അതെല്ലാം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ED ഇതിൽ ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ അവയവ കച്ചവടങ്ങൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളടക്കം ഇതിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ രേഖകളടക്കം ED അന്വേഷിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായ നേരത്തെ മനുഷ്യക്കടത്തിലടക്കം EDയുടെ ഈ പ്രാഥമിക അന്വേഷണം നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ ECR ഉൾപ്പെടെ ഇട്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ED കൂടി ഇതിൽ അന്വേഷണം നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ശൃംഖല കൊച്ചിയിൽ മാത്രമാണ് സ്വകാര്യ ആശുപത്രികളിൽ റെയ്ഡ് നടക്കുന്നത്, അതോ സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലാണോ റെയ്ഡ് നടക്കുന്നത്? മനു, 5 സ്വകാര്യ ആശുപത്രികളിലാണ് നടക്കുന്നത്. അത് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലാണ്. ഇതുകൂടാതെ മറ്റ് ജില്ലകളിൽ, അതായത് കൊല്ലം, ഒപ്പം കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ ആശുപത്രികളടക്കം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ പരിശോധന തുടങ്ങുകയും ചെയ്തത്. ഇതിൽ കേസടക്കം, അതായത് EDയുടെ കേസടക്കം രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ നജീബ് എന്ന ആളിലേക്ക് ലക്ഷങ്ങളുടെ തുക, അതായത് 10ഉം 15 ലക്ഷങ്ങൾക്ക് അവയവം കച്ചവടം നടത്തി, അതല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് വാങ്ങി അതിനുശേഷം ലക്ഷങ്ങൾ 50 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഒക്കെ മറിച്ച് വിൽക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ അവയവ കച്ചവടം നടത്തിയിരുന്നത്. മാത്രമല്ല ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇതിന് ചൂഷണം ചെയ്തിരുന്നത്. ഇവരിലൂടെ ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിച്ചാണ് ഇത്തരത്തിൽ കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ശൃംഖലയുണ്ടെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ആദ്യം ഒരു സ്ത്രീ ഇത്തരത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട രേഖ ഹാജരാക്കിയപ്പോൾ അതിൽ സംശയം തോന്നിയാണ് ഇത്തരത്തിൽ പരിശോധന കർശനമാക്കിയത്. അതിനിടെയാണ് ഈ നജീബ് എന്ന ആളിലേക്ക് അടക്കം ഈ അന്വേഷണം നടത്തിയത്. എന്തായാലും ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ EDയും ഇതിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്താണ് പരിശോധിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ED ഈ പരിശോധന നടത്തുന്നുണ്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും EDയുടെ പരിശോധന തുടരുകയാണ്. ഈ ബന്ധപ്പെട്ട രേഖകൾ അടക്കം ED പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിക്കുന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ EDയുടെ അന്വേഷണം നീങ്ങുന്നത്. അനു, ശരി, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ ഇത്തരത്തിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ, അതിൽ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് പങ്കുണ്ടോ എന്നത് ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ഈ പലവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരാണ് സ്വകാര്യ ആശുപത്രികളിലടക്കം. ആ ആശുപത്രികളൊക്കെ അവയവ കച്ചവടത്തിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരാണ് എന്ന് വന്നാൽ അത് അതീവ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖലയെ കൊണ്ടെത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. ഏതായാലും പരിശോധനകൾ നടക്കട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ. ഏതായാലും എന്തെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടെങ്കിൽ
അതിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം എന്നത് മാത്രമേ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. കാരണം വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുന്നത് ഡോക്ടർമാരെയാണ്, ആശുപത്രികളെയാണ്, നമ്മുടെ ശരീരത്തെ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അവയവത്തെ കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. ഏതായാലും പരിശോധനകൾ നടക്കട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ, സത്യം പുറത്തു വരണം എന്നതാണ് അതിൽ നമുക്ക് പറയാനുള്ള വിവരമെന്ന് പറയുന്നത്.